അങ്ങനെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹൗസ് വാമിംഗ് ഡേയിലേക്ക്. അപ്പം കുറേ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് പറയാനുണ്ട്. ഇതിൻ്റെ കൂടുതലും വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ. മാസങ്ങളുടെ നമ്മുടെ ഉറക്കമില്ലാത്ത ദിവസത്തിൻ്റെ ഒരു ഫൈനൽ ഡേ ആണ് കേട്ടോ. 1/1/2026 എന്നുള്ള ഒരു ഡേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എത്രത്തോളം ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഉറക്കവും ഊണും ഒന്നും ഇല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. സോ ഹൗസ് വാമിങ്ങിൻ്റെ ഡേയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. എല്ലാവർക്കും എന്നെ കാണാതെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഡേയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമ്മൾ രാവിലെ പൂജാസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതായത് തലേ ദിവസം ഇന്നലെ രാത്രിയിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പൂജ രാവിലെ ഗണപതി ഹോമവും കഴിഞ്ഞ് ഞാൻ വരെ ശക്കലം ലേറ്റായി. അമ്മ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പോയി കിടന്നതൊക്കെ ഒരു വെളുപ്പിന് എപ്പോഴോ ആണ്. അപ്പോൾ ഒന്നും ഉറങ്ങിപ്പോയി. നമ്മുടെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് മകരമാസം ആയതുകൊണ്ട് മകരപ്പൊങ്കലും കൂടെ നമുക്ക് ഇടണമായിരുന്നു. അപ്പം നമ്മൾ ആദ്യം മുറ്റത്ത് മകരപ്പൊങ്കലാറ്റം ഇടുന്നത് പൂജാസ് എല്ലാം കഴിഞ്ഞ ഉള്ള ആ ഒരു ടൈമാണ്. സൂര്യൻ ഉദിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മകരപ്പൊങ്കൽ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നത് വേണം സൂര്യൻ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അമ്മയുടെ ഒരു ഇതാണ് കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് എനിക്ക് അറിയത്തില്ല. ഞാൻ രാവിലെ സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് ഒരുങ്ങി ഞാൻ ഇങ്ങോട്ട് വന്നു ഗൈസ്. അപ്പം നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ആളുകൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് വീട് ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം പൂജ ചെയ്തതിൻ്റെ എല്ലാം അവിടെയൊക്കെ കിടക്കുകയാണ്. നിങ്ങൾ താഴെ കാണുന്നത് പന്തൽ ഇടുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് പന്തൽ ഇന്നലെ രാത്രി മുതൽ അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയി. അപ്പം അതും കഴിഞ്ഞിട്ടില്ല. അപ്പം അതും രാവിലെ ആകുമ്പോഴത്തേക്ക് പന്തലൊക്കെ ഇട്ട് കഴിയത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം തിളച്ചപ്പോഴത്തേക്കും അതിലേക്ക് അരി ഇടുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെ നമ്മൾ എന്താ പറയുക, എനിക്ക് എങ്ങനെ വോയിസ് ഓവർ കൊടുക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഞാൻ ഏതോ ഒരു ലോകത്താണ് നിൽക്കുന്നത്. എല്ലാം മംഗളമായിട്ട് നടന്നു. അതിൻ്റെ ഒരു സന്തോഷം ആൻഡ് എനിക്ക് എന്താ പറയേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയോ എൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഓടി 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 ഞാനിപ്പോൾ ആ സൈഡിൽ വീഴും. കാരണം ഒരുപാട് ഓട്ടമായിപ്പോയി. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും കൂടെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നമ്മുടെ കൂടെ ഓടി നടന്ന് ചെയ്യാൻ അങ്ങനെ ആരും ഇല്ലല്ലോ. മകരപ്പൊങ്കലൊക്കെ കഴിഞ്ഞു. കുറേ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഏറ്റവും കൂടുതലും രാവിലത്തേക്ക് ഞാൻ തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നേരം വെളുത്തപ്പോഴാണ് എൻ്റെ പിള്ളേരൊക്കെ വന്നത്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറാനുള്ള സംഭവങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അകത്ത് കയറ്റാനുണ്ടല്ലോ. അപ്പോൾ പണപ്പെട്ടി എടുത്തു, മൺകലം എടുത്തു, പച്ചക്കറി പലചരക്ക്, അത് രണ്ടും രണ്ടായിട്ടാണ്. ഒരു കുടത്തിൽ വെള്ളമുണ്ട്, അതേപോലെ തന്നെ ഒരു ബുക്കുണ്ട്. പിന്നെ ഇനി ഇതിൽ പറയാം ദൈവത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, വിളക്ക്, പിന്നെ എന്താണ് ഇതെന്താ പറ. ഇത് ഇത്രയുമാണ് നമ്മൾ അകത്ത് കയറ്റുന്നത്. എല്ലാവരും വരുന്നേ നമ്മുടെ വീട്ടുപേര് കാണിക്കും. ഓക്കെ, കാണിക്കട്ടെ. ഇതാണ് നമ്മുടെ വീട്ടുപേര്. ആഗ്രഹം. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ ആഗ്രഹിച്ച പേര് തന്നെ ഇട്ട് അവിടെ എനിക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചു. എന്റെ ആഗ്രഹമായിരുന്നു ആ ഒരു വീട് വേണമെന്ന്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ. വെരി ഗുഡ്. കാണിച്ചില്ല, ഞങ്ങൾ ആരെയും കാണിച്ചില്ല. സന്തോഷം. അവിടെ ആഗ്രഹം പോലൊരു വീട് വെച്ച്. അപ്പൊ അതിന് ഞാൻ പറയടി ആഗ്രഹം ഒന്ന് പേരിട്ടാ മതി എന്ന് പറഞ്ഞു. നമ്മുടെ വീട് ആഗ്രഹം. ഒരുപാട് പേര് നമുക്ക് കുറേ കമൻറ്റ്സ് നമുക്ക് വീടിൻ്റെ പേര് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം കണ്ടു. ഒരുപാട് താങ്ക്സ്. പക്ഷേ ആഗ്രഹ എന്നുള്ളത് നമ്മുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ നമ്മൾ ആഗ്രഹമാക്കി. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വെച്ചൊരു കാര്യമാണ് നമ്മുടെ വീട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുപേര് ആഗ്രഹം എന്ന് കൊടുക്കാമെന്ന് ഞാൻ സർപ്രൈസ് ആക്കി വെച്ചേക്കുമായിരുന്നു. എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എന്താണ് വീട് പേരെന്ന്. അപ്പം ഞാൻ അമൃതം എന്നാണ് എല്ലായിടത്തും പറഞ്ഞത് കേട്ടോ. ആ ഒരു സർപ്രൈസ് റിവീലിംഗ് ആയിരുന്നു നിങ്ങൾ ഇപ്പം കണ്ടത്. അപ്പം നമ്മുടെ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമുക്ക് അകത്ത് കയറാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിളക്ക് നമ്മളിങ്ങനെ കത്തിച്ചപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അതിങ്ങനെ കത്തിച്ച് റെഡി ആയിട്ട് ഇനി നമ്മൾ കുറച്ച് പേര് ഇത്രയും നിരത്തി വെച്ചേക്കുന്നത് ഓരോരോ ആൾക്കാരാണ് ഓരോന്നെടുത്ത് അകത്ത് കയറേണ്ടത്. അപ്പം നമുക്കിനി അകത്തോട്ട് കയറാം. ബിനു ഓർക്കണ്ട കേട്ടോ, അതിനകത്ത് കിട്ടുന്നത്. ആ മതി. പച്ചക്കറി കൊണ്ട് വീട് നിറയട്ടെ. ഇവിടെ ഫലവഞ്ചനം കൊണ്ട് വീട്.
വളരെ നാച്ചുറൽ ആയിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി തന്നെ നമ്മളെ അറിയിക്കണം, വീടിൻ്റെ കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ താഴെ ചെറിയൊരു സ്പേസ് കൂട്ടിയിട്ട് നമ്മൾ അടുപ്പ് ഇങ്ങനെയാണ് ഒരുക്കിയിട്ട് പാല് കാച്ചുന്നത്. സാധാരണ ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ പുതിയ ഗ്യാസിൽ അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ തന്നെ ആയിരിക്കും വെക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന ആഗ്രഹം അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത്. ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോരോ രീതി, ഓരോരോ ചടങ്ങുകൾ അങ്ങനെ ആഗ്രഹമായിരിക്കുമല്ലോ. നമ്മൾ നമ്മളുടെ അങ്ങനത്തെ രീതിയിലാട്ടോ ഫോളോ ചെയ്യുന്നത്. അപ്പം ആ ഒരു അടുക്കളയിൽ നമ്മളിത് അടുപ്പ് കൂട്ടി നമ്മുടെ വീട്ടിലേക്കുള്ള പാല് കാച്ചിനുള്ള പാലും മൺകലവും കൂടെ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉറക്കവും ഊണും ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് അതിങ്ങനെ നടത്താൻ വേണ്ടി ഓടി ഓടി നടന്ന് അവസാനം ആ ഒരു ഡ്രീം കം മൊമെൻ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലൂടെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം ആലോചിക്കുകയായിരുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഓടിയ ഓട്ടങ്ങളും ഫേസ് ചെയ്ത കാര്യങ്ങളും പ്രശ്നങ്ങളും ഒരു സമയത്ത് നമ്മൾ ഈ വീട് ഡ്രോപ്പ് ചെയ്തതായിരുന്നു. നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളത് മാറ്റിയതായിരുന്നു. ആ ഒരു കാര്യം ഇത്രയും സക്സസ്ഫുള്ളി അവസാനം അടിപൊളിയായിട്ട് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ. ഞാൻ അവിടെ നിന്ന് ലിറ്ററലി കരയുമായിരുന്നു. കാരണം ആ ഒരു വിഷമവും സന്തോഷവും സങ്കടവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ടേ. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്നത് എൻ്റെ ബ്രദർ ജർമ്മനിയിലാണ്, എല്ലാവർക്കും അറിയാം. കുറച്ച് മാസേ ആയിട്ടുള്ളൂ പോയിട്ട് അങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ട് ഇനി വന്നു പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് ആകും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ബ്രദറിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കൂടി നമുക്കുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ഈ പറഞ്ഞൊരു വീട്. അപ്പോൾ ആ ഒരു വീട് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അവൻ്റെ ഒരു പ്രസൻസ് നമുക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പാല് തിളച്ച് തൂകിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് 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 സന്തോഷം. എനിക്കിതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ സെക്ഷനിലോട്ട് പോവാം. ഇതെൻ്റെ വെല്ലിച്ചനും ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ കാരണവരാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമാണ്. നമ്മുടെ കോൺട്രാക്ടർ ഷാജഹാൻ അങ്കിളും വൈഫുമാണ് ഇത്. ആൻഡ് ഇനി കാണാൻ പോകുന്നത് ഇത് നമ്മുടെ അങ്കിളും ആൻറ്റിയുമാണ്. ആൻറ്റിയുടെ മോളും കൊച്ചുമോളും വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന്, അവരുടെ ഫാമിലിയാണ്. ഇതെൻ്റെ വേറൊരു വല്യമ്മച്ചിയും അവരുടെ ഫാമിലിയും. ഇത് നമ്മുടെ കുഞ്ഞമ്മ, എല്ലാവർക്കും അറിയാമല്ലോ. ആൻഡ് അമ്മയും അമ്മയുടെ സിസ്റ്ററും. ചേട്ടത്തി അനിയത്തി നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ആരുടെ തോന്നുന്നത്? കുഞ്ഞമ്മയായിട്ട് അനിയത്തി. നാട്ടിലെ കൊണ്ട് വെച്ചിട്ട് നേരെ വന്നാ മതി വീട് കാണാന്ന്. നമ്മൾ പത്തനാപുരത്ത് ഇവിടെ അടുത്ത വീടുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഞങ്ങളുടെ എല്ലാം വർക്കിന്റെ ഡയറക്ടർ, ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ലൈറ്റ് ഒത്താടെ ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം ഗൈസ്.